ഇപ്പവേ കണ്ണക്കെട്ടത്. ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞിട്ട് പോവുക. അല്ലാണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടേ, ഞാൻ പിന്നെ പറയാതെ ആ പരിപാടി എൻ്റെ അടുത്ത് ചെയ്യല്ലേ. കാരണം അതിങ്ങനെ ഞാനിരുന്ന് ആലോചിക്കും, എന്തായിരിക്കും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറയാനുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമോ എന്തെങ്കിലും നാട്ടിൽ പുതിയ ഗോസിപ്പോ ആയിരിക്കും. അതങ്ങ് പറഞ്ഞിട്ട് പോവാ. ഇത്രയും സമയമില്ലാത്ത സമയത്ത് വന്നിട്ട് എനിക്ക് ശേഷം പറയാനുണ്ടേ, ഞാൻ പിന്നെ പറയാതെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? സമയം ഉള്ളപ്പോ വൃത്തിക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ. ഇത് ഇങ്ങനെ ഇരുന്നു ഒരു തേയിലിട്ടിട്ട് അങ്ങ് പോവും. ഞാനിത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം. ഒരു കാര്യം അവർക്ക് പറയാൻ സമയമില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പറയട്ടെ എന്ന് കരുതാനുള്ള കഴിവ് എനിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നിപ്പോൾ രാവിലെ എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു കാര്യം പറയാനുണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഡ്യൂട്ടിക്ക് പോവാ, ഇന്ന് എനിക്ക് വൈകുന്നേരം 3 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ, അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിളിക്കാം. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വിളിച്ചു, കോൾ എടുക്കുന്നില്ല. അവിടെ രാത്രി ആയില്ലേ, ഇനിയിപ്പം നാളെ അതറിയാൻ പറ്റത്തുള്ളൂ. എന്നാലും നമ്മൾ ഗോസിപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലോ. എൻ്റെ അമ്മ മാത്രമല്ല, ഇപ്പൊ പെട്ടെന്ന് ഈ റീസെന്റ് ആയിട്ട് എൻ്റെ അമ്മ അങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ അമ്മയുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് എല്ലാവരും അങ്ങനെയാ, വന്നതും നിന്നതും പോയതും എല്ലാം അങ്ങനെയാ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു കരുണ കാണിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്ന സമയത്തിന്റെ കൂടെ 2 മിനിറ്റ് കൂടെ നിന്ന് ഇതാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ. സെയിം തിങ് ഞങ്ങളുടെ ഇൻചാർജ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പ്രശോഭ ഐ വോണ്ട് ടു ഡിസ്കസ് ദിസ് വിത്ത് യു എന്നങ്ങ് പറഞ്ഞാൽ പോരെ. Prashobha, I want to meet you at 2 p.m. at my address. എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോക്കുണ്ട്. പിന്നെ ഞാൻ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ദൈവമേ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചോ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. വന്നിട്ട് 2 മാസമേ ആയുള്ളൂ, എന്നിട്ട് 2 എപ്പിസോഡ് ഓഫ് സിക്ക് ലീവ് എടുത്തതിൻ്റെ കാര്യം പറയാനാണോ. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അവസാനമുണ്ട് അവർ പറയുന്നത്, നിനക്ക് ഈ ട്രെയിനിങ് ഈ ദിവസമാണ്, നിനക്ക് ഈ ട്രെയിനിങ് ഈ ദിവസമാണ്, അത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചതെന്ന്. ഇതറിയുന്നത് വരെ നമ്മൾ റോക്കറ്റിലങ്ങ് ശൂന്യാകാശം പോയി തിരിച്ചു വരും.